ഇന്നത്തെ ദിവസം രാവിലെ കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേറ്റ കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ വിളക്കൊക്കെ വെച്ചിട്ടുണ്ട്. വിളക്ക് കത്തിച്ചു കേട്ടോ. കുളിച്ച് മേല് കഴിയത് മാത്രമേ ഉള്ളൂ. തൊണ്ട വയ്യാത്തത് കൊണ്ട് മേല് കഴിയതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ കുളിച്ചിട്ട് വന്നിട്ട് വിളക്കും കത്തിച്ചിട്ട് നേരെ അടുക്കളയിലോട്ട് വന്നേ. നേരെ വന്നിട്ട് രാവിലെ കാപ്പിക്കുള്ളതൊന്നും ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു. എന്തോ ഞാൻ ഇന്നലെ മറന്നുപോയി. ഇന്നലെ സൂവിലൊക്കെ പോയി അതിൻ്റെ അടിച്ച് പൊളിച്ചൊക്കെ നടന്നതുകൊണ്ട് എന്തോ ഞാൻ രാവിലെ എന്ത് കാപ്പി എടുക്കുമെന്നുള്ളത് ചിന്തിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ പെട്ടെന്ന് തന്നെ കുറച്ച് ഗോതമ്പ് പൊടി ഇരിപ്പുണ്ട് എന്ന് കണ്ടത് കൊണ്ട് അതെടുത്ത് ഗോതമ്പ് ദോശയും ചുട്ട് ചമ്മന്തി അരയ്ക്കാമെന്ന് വിചാരിച്ചു. അതാണല്ലോ എളുപ്പം. ഇച്ചിരി ചമ്മന്തി അരയ്ക്കാനായിട്ട് ഒത്തിരി സമയമൊന്നും എടുക്കത്തില്ലല്ലോ. ഇല്ലെങ്കിൽ ഞാൻ പ്ലാൻ ചെയ്തത് ചപ്പാത്തി ഉണ്ടാക്കി ഉള്ളിക്കറിയോ മുട്ടക്കറിയോ എന്തെങ്കിലും വെക്കാമായിരുന്നു. പക്ഷേ സമയം കിട്ടത്തില്ല. അതിന് വേണ്ടിയിട്ടുള്ള സമയമില്ല. ഒത്തിരി ലേറ്റായി പോയി കേട്ടോ. താമസിച്ചാണ് ഞാൻ എഴുന്നേറ്റതും പിന്നെ കുളിക്കാനൊക്കെ പോയതും ഒക്കെ താമസിച്ചാട്ടോ. പിന്നെ പെട്ടെന്ന് വിളക്ക് കത്തിക്കണം. എനിക്ക് വെപ്രാളം പിടിക്കാനായിട്ട് പറ്റത്തില്ല കേട്ടോ. അങ്ങനെ ചേട്ടായി രാവിലെ എത്തിയിട്ടുണ്ട് കേട്ടോ. 7:30 ആയപ്പോഴത്തേനും ചേട്ടായി രാവിലെ എത്തിയിട്ടുണ്ട്. അങ്ങനെ വന്നപ്പോഴേ ഞാൻ വഴക്ക് കൊടുത്തു കേട്ടോ. പോയി കഴിഞ്ഞാൽ വിളിക്കാത്ത എന്താണെന്നൊക്കെ ചോദിച്ചിട്ട്. പിന്നെ ഓണത്തിൻ്റെ വിശേഷങ്ങൾ പറയാനാണെങ്കിൽ കുറച്ച് പൂവ് ഇട്ടിട്ടുണ്ട് കേട്ടോ. പൂവ് വേറെ എവിടുന്നല്ല, ചേട്ടൻ കൊണ്ട് തന്നതാണ്. ഇന്നലെ ചേട്ടനും ചേട്ടത്തിയും കൂടെ കുറച്ച് പൂ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ സെറ്റാക്കി വെക്കുന്നുണ്ട്. പിന്നെ ചേട്ടായിയുടെ കമ്പനിയിലെ ഓണം സെലിബ്രേഷൻ ആയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നതാണ് ഇന്ന് രാവിലെ. അപ്പം അതിന് കുറച്ച് കിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് സാധനങ്ങൾ ഓണത്തിന് നമ്മൾ സദ്യ ഉണ്ടാക്കാൻ വേണ്ടുന്ന കുറച്ച് സാധനങ്ങൾ, പച്ചക്കറി ഒഴിച്ച് ബാക്കി എല്ലാം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അരി ഉൾപ്പെടെ എല്ലാം, നെയ്യ് ഉൾപ്പെടെ, പായസത്തിന് കിറ്റ് ഉൾപ്പെടെ എല്ലാം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം എടുത്ത് സെറ്റാക്കി വെച്ചു. കുറച്ച് വീട്ടിലത്തേന് അമ്മയ്ക്കും കുറച്ച് നമുക്കും എടുക്കാനായിട്ട് അരി സെപ്പറേറ്റ് 2ആയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പൂവ് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പൂവാണെങ്കിൽ എല്ലാം കൂടെ മിക്സ് ആയിട്ട് കിടക്കുമായിരുന്നു. ഫ്രിഡ്ജിൽ ഞാൻ അങ്ങനെ കൊണ്ടുവന്ന് വെച്ചതാണ്. അതൊന്ന് സെറ്റാക്കി വെക്കാനൊന്നും എനിക്ക് സമയം കിട്ടിയിട്ടില്ല. ഇവൻ ഈ വലിഞ്ഞ് കയറി പോകുന്നത് എന്തിനാണെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. അവൻ ഇരിക്കുന്ന ഇരിപ്പിൽ പലതും തോന്നാറുണ്ട്. പിന്നെ പൂവിന് ഓരോ കളർ പൂവും ഓരോ കവറിലാക്കിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ എല്ലാം കൂടെ കൊണ്ടുവന്ന് കവറിൽ 50 പൈസ കവറിൽ, മറ്റേ പ്ലാസ്റ്റിക് കവറുണ്ടല്ലോ, അതിലാക്കി അങ്ങനെ അങ്ങ് ഫ്രിഡ്ജിലോട്ട് വെച്ചേക്കുമായിരുന്നു. അതിൽ നിന്ന് ഇനി ഓരോന്നും മാറ്റി മാറ്റി സെപ്പറേറ്റ് ആക്കിയിട്ട് ഇങ്ങനെ ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ദോശ നീലൂസിന് കഴിക്കാനായിട്ട് കൊടുത്തു. അവന് ചമ്മന്തി വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ കഴിക്കട്ടെ എന്ന് വിചാരിച്ചു. രാവിലെ ഇച്ചിരി വയറൊന്ന് എന്താ പറയുക, വിശപ്പൊന്ന് മാറട്ടെന്ന് വിചാരിച്ചു. അങ്ങനെ ഇടയ്ക്ക് എൻ്റെ കയ്യിൽ നിന്ന് ചിലപ്പോൾ തല്ലുകൊള്ളും, ചിലപ്പോൾ വഴക്ക് കേൾക്കും. അങ്ങനെ എന്നോട് പിണങ്ങും, ഞാനും പിണങ്ങും, ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങും. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. ഇതിപ്പോഴും വഴക്കുണ്ടായിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ഓരോന്നും പറഞ്ഞിട്ട് വഴക്കുണ്ടായിക്കൊണ്ടിരിക്കും. ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ പറയും അമ്മയും ഞാൻ കൊല്ലും എന്ന് പറയുമ്പോൾ ഞാൻ പറയും ഞാൻ എൻ്റെ വീട്ടിൽ പോവാം, നീ ഇവിടെ നിന്നോളാൻ പറയും. അപ്പോൾ പറയും ഞാനും വരും അമ്മയുടെ കൂടെ. അങ്ങനെ ഓരോന്നും പറഞ്ഞ് വഴക്കാണ് കേട്ടോ. ഞങ്ങൾ തമ്മിൽ എപ്പോഴും സണ്ടയാണ്. അങ്ങനെ പൂവ് ഒരു കവറിൽ ഞാൻ ഓറഞ്ച് കളർ ബന്ദിയും വേറൊരു കളറിൽ യെല്ലോ കളറ്, പിന്നെ നമ്മുടെ വാടാമല്ലി ഉണ്ടല്ലോ, വാടാമുല്ല അതുണ്ട്, പിന്നെ ജമന്തിയുടെ കുറച്ച്, അത് എളുപ്പമാണ് കേട്ടോ. അത് പെട്ടെന്ന് ഇറുത്തിട്ട് കൊണ്ടു തന്നതാണ്. അതെന്തായാലും അതങ്ങനെ വെച്ചേക്കാമെന്ന് വിചാരിച്ചു. തിരുവോണത്തിന് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ബാക്കി അത്തം മുതൽ ഇടാത്തത് കൊണ്ട് ഞാൻ വിചാരിച്ചു ഇടയ്ക്ക് വെച്ചിട്ട് ഇനി ഇടണ്ട. ഈ പൂ കിട്ടിയപ്പോൾ ഇടണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അത്തപ്പൂ ഇടാനേ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ വേണ്ട, ഇടയ്ക്ക് വെച്ചിട്ട് വേണ്ട, ഇനിയിപ്പോൾ തിരുവോണത്തിന് നല്ല അടിപൊളിയായിട്ട് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ആഹാരം കഴിക്കാനായിട്ട് ദോശ കൊടുത്തപ്പോഴത്തേനും അവൻ ബുക്ക് എടുത്ത് വെച്ച് കളി തുടങ്ങി. പിന്നെ അങ്ങനെ ഓരോ കുരുത്തക്കേട്, ഡൈനിങ് ടേബിളിൻ്റെ മുകളിലോട്ട് സ്റ്റൂളിൽ ഇരുന്നുകൊണ്ട് കാല് പൊക്കി അതിൻ്റെ മേളിൽ വെക്കുക, എന്നിട്ട് കഴിക്കുക. അങ്ങനെ ഭയങ്കര കുരുത്തക്കേട്. എന്നോട് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. എന്തൊക്കെയോ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുക ദേഷ്യം വന്നിട്ട്. അങ്ങനെ ഞങ്ങൾ രമ്യ അടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതവിടെ അങ്ങനെ നടക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഓണം വിശേഷങ്ങൾ. ഓണം എത്താറായി. എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം. എല്ലാവരും ഓണമൊക്കെ അടിച്ചു പൊളിക്കുക. എല്ലാവരും ഒരുങ്ങി തുടങ്ങിയ ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ. ഇത്രയേ ഉള്ളൂ. ടാറ്റ.